ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോ ആണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5 ഭാഗം കഴിഞ്ഞു. 5 ഭാഗത്ത് നമ്മൾ കുറച്ച് നല്ല ഔഷധങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. കാരണം നമ്മുടെ വരും തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനും അവർ ഈ ഔഷധ സസ്യങ്ങളെ കണ്ടാൽ തിരിച്ചറിയാനും ഭാവിക്ക് വേണ്ടിയിട്ട് അവരതിനെ സംരക്ഷിച്ച് നിർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടിയെങ്കിലും ഈ ഒരു ഔഷധ ചെടിയെ തിരിച്ചറിഞ്ഞാൽ ഞാൻ ധന്യയായി. അപ്പോൾ നമുക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം. ഭാഗം 6 ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ചെടി കുടൽ ചുരുക്കി എന്ന് പറയുന്ന ചെടിയാണ്. കുടൽ ചുരുക്കി എന്ന് പറയുമ്പോൾ ചെടി ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ ഇല? ഇതാണ് കുടൽ ചുരുക്കി ചെടിയുടെ ഇല. ഇതിനൊരു വ്യാജനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. കാരണം 2 സസ്യങ്ങളുണ്ട്. ഔഷധ സസ്യം ഏതാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ മരുന്നിനെടുക്കുമ്പോഴാണ് അപകടങ്ങളുണ്ടാകുന്നത്. വ്യാജമായിട്ട് യൂട്യൂബിലായിരുന്നാലും അല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെടിക്ക് പകരമായിട്ട് കാണിക്കുന്ന ചെടി ഇതാണ് കുടൽ ചുരുക്കി എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് ഇതേപോലെയുള്ള വെള്ള പൂവൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ വ്യാജനാണ് ഈ തറുതാവൽ എന്ന് പറയുന്ന താറാവ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, കണ്ടില്ലേ? വ്യത്യാസമൊന്നുമില്ല ഇലയ്ക്ക്. പക്ഷേ ഇതിലുണ്ടാകുന്നത് പോലെ ഇതിൽ വെള്ളപ്പൂവ് ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ഇതിലും പൂവുണ്ടാവും. വെള്ളപ്പൂവാണ്, പക്ഷേ ഇപ്പോഴും പൂവില്ല. പൂവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. തണ്ടെല്ലാം സെയിമാണ്, കണ്ടില്ലേ? ഇലയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ ഇങ്ങനെയുള്ള തിരിച്ചറിയാതെ ഔഷധ സസ്യങ്ങളെ ഉപയോഗിച്ചിട്ടാണ് അപകടങ്ങളുണ്ടാകുന്നത്. ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ഒരു ചെടി അതിൻ്റെ ബാക്കിയുള്ള അപരനായിട്ടുള്ള ഒരു ചെടിയും കൂടെയൊക്കെ കഴിവതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അപ്പോൾ രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചെടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തിലാണ്, അല്ലെങ്കിൽ കുടങ്ങലാണ്. നമുക്ക് ബുദ്ധിശക്തിക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ കുടങ്ങൽ. നമുക്ക് ഈ ഉണ്ടാകുന്ന മറവി രോഗത്തിനൊക്കെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പോയിട്ട് ശരീരപുഷ്ടി ഉണ്ടാവാനും ധാതുപുഷ്ടി ഉണ്ടാവാനും നമുക്ക് ഈ കുടങ്ങൽ എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ കുടങ്ങലിട്ട് കാച്ചുന്ന എണ്ണ. പോയിട്ട് തന്നെ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം മാറാൻ നമുക്ക് ഈ കുടങ്ങൽ വെച്ചിട്ട് ഒരു ലേഹ്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി. കുറുക്കുണ്ടാക്കി കഴിക്കാം, തോരൻ വെച്ച് കഴിക്കാം, എങ്ങനെ ഇരുന്നാലും കഴിക്കാം. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉത്തമ ഔഷധ സസ്യമാണ് ഈ കുടങ്ങൽ എന്ന് പറയുന്നത്. നമുക്ക് അമിതമായിട്ട് വയറൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ വയർ അല്ലെങ്കിൽ ആ കുടൽ ചുരുങ്ങി നമ്മുടെ വയറ് സാധാരണ നിലയിലാവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയാണ് ഈ കുടൽ ചുരുക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചെടി. അപ്പോൾ ഈ ചെടികളെയൊന്നും കണ്ടാൽ നിങ്ങൾ ഇനി തിരിച്ചറിയില്ല എന്ന് പറയരുത്. ഞാനിനി വേറൊരു ചെടിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചെടി എന്ന് പറയുമ്പോൾ അമ്പഴമാണ്. അമ്പഴം എന്ന് പറയുമ്പം നമ്മുടെ വനത്തിലുള്ള അമ്പഴമാണ്. നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്നെല്ലാം അമ്പഴത്തിൻ്റെ തൈകളും അമ്പഴങ്ങയൊക്കെ വാങ്ങാൻ കിട്ടും. അതൊന്നും അല്ല, ഞാനീ പറയുന്ന അമ്പഴം കാട്ടിലുള്ള അമ്പഴമാണ്, കണ്ടില്ലേ? ഇത് വലിയ മരമായിട്ട് പൊങ്ങി വലിയ മരമാവും. വലിയ മരം ആയതിനു ശേഷമാണ് അമ്പഴങ്ങ ഉണ്ടാവാറുള്ളത്. ഇത് ഏറ്റവും നമുക്ക് ഉത്തമ ഔഷധമാണ്. അമ്പഴങ്ങയായിരുന്നാലും അമ്പഴത്തിൻ്റെ ഈ ഇലയും ഈ അമ്പഴത്തിൻ്റെ മരത്തിൻ്റെ പട്ടയൊക്കെ ആയിരുന്നാലും നമുക്ക് പലവിധ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേറൊന്നിനും നമുക്ക് വയറുവേദന എന്ന് വെച്ചാൽ ഈ ആന്ധ്രവായുവിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമ്പഴത്തിൻ്റെ തൊലി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ സ്ത്രീ രോഗങ്ങൾക്ക്, ചില ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അമിത ബ്ലീഡിങ്ങിനൊക്കെ നമുക്ക് ഈ അമ്പഴത്തിൻ്റെ തൊലിയും ഈ ഇലയും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് BP കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഇല 2 ഇലയിട്ട് വെള്ളമിട്ട് നമുക്ക് കുടിക്കാം. ലക്ഷ്മി തരി പോലെയൊന്നുമല്ല, ഇത് നല്ല എഫക്റ്റീവാണ്. പക്ഷേ കൂടരുത്, 2 ഇല മാത്രമേ ഇടാവുള്ളൂ. 2 ഇലയെന്ന് പറയുമ്പോൾ 2 തണ്ടല്ല, ഇതേപോലെ 2 ഇല മാത്രം എടുത്തിട്ട് നമുക്ക് വെള്ളമിട്ട് കുടിക്കാവൂ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കണ്ടില്ലേ, ഇതെന്താണെന്ന് അറിയില്ലേ? ഇതാണ് വയണ. നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് മാത്രമാണ് കഴിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഞാൻ വയണ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി വലിയ ഒരു മരമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രമാണ്, കണ്ടില്ലേ? വയണയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വയണ നമുക്ക് നമ്മുടെ സന്ധികളിലുണ്ടാകുന്ന വേദന, നമ്മുടെ ആർത്തവ പ്രശ്നങ്ങൾ, ഇതൊന്നും അല്ലെങ്കിൽ കൂടി നമുക്കുണ്ടാകുന്ന അർശസ്, അലർജി, തുമ്മൽ, അതൊക്കെ മാറാനായിട്ട് നമുക്ക് വയണ ഇലയുടെ ചാറ് നല്ലതാണ്. വയണ ഇല ചാറെന്ന് പറയുമ്പോൾ നമ്മൾ വയണ ഇല ആവിയിൽ പുഴുങ്ങി അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആ കഴിക്കുന്ന പലഹാരം അല്ലെങ്കിൽ ആഹാര സാധനത്തിലൂടെ കിട്ടും. അത് പോയിട്ട് ഇതിൻ്റെ ഈ പട്ട നമുക്ക് ഏറ്റവും നല്ല മുറിവിന് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ വയണയുടെ പട്ട. പണ്ട് കാലത്ത് ഈ തുന്നിച്ചേർക്കൽ പരിപാടിയൊന്നും വലുതായിട്ടില്ലാതിരുന്ന സമയത്തിന്
ഈ വയണയുടെ പട്ട അരച്ച് മുറിവായിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോഴും മുറിവ് നല്ലതായിട്ട് കൂടിയിട്ട് വേഗം തന്നെ ഉണങ്ങി വരുമായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മൈഗ്രെയിൻ ആയിരുന്നാലും തലവേദന ആയിരുന്നാലും എല്ലാത്തിനും നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും മാറാനൊക്കെ വയണയുടെ ഇല നല്ലതാണ്. വയണയുടെ ഇല മാത്രമല്ല, ഇതിൻ്റെ ഈ പട്ട നല്ലതാണ്. ഇതിനൊരു പൂവുണ്ടാവും, വയണപ്പൂ. ഗ്രാമ്പൂ പോലെ ഇരിക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ വയണപ്പൂ. വയണപ്പൂ ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ, നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആ വയണപ്പൂവൊക്കെ ഉണ്ടാകുന്ന മരമാണ് ഇത്. കണ്ടില്ലേ, നല്ല വലിയ മരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വീഡിയോ വേറെ വലിയ ആൾക്കാരൊന്നും കാണാറില്ല. കാരണം ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെയുള്ള പഴമ അല്ലെങ്കിൽ പഴമയുടെ ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ, ഇങ്ങനെയുള്ള അറിവുകളെല്ലാം ശേഖരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, എനിക്കറിയാവുന്ന ചെടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ചാനലിൽ മൗണ്ടൻ സ്റ്റോറി എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.